നമസ്തേ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോ ക്ലിപ്പിൽ കേരളത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു ലോകസഞ്ചാരി, ഒരു സുപ്രധാന ചോദ്യം സമൂഹത്തിന് മുന്നിൽ ഉന്നയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ദൈവവിശ്വാസികളുടെ മുന്നിലെ എന്താണ് ആ പ്രശ്നം? അദ്ദേഹം ചോദിക്കുന്നു, സമൂഹത്തിൽ നിത്യേന എന്നോണം എത്രയോ അക്രമങ്ങളും അഴിമതികളും കൊള്ളകളുമൊക്കെ നടക്കുന്നു. ഇതിലേതെങ്കിലും ഒന്നിന് ദൈവമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു തവണയെങ്കിലും, ഒരു കേസിലെങ്കിലും അപ്പോൾ തന്നെ ശിക്ഷ കൊടുത്താൽ എന്താണ്? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളും കൊള്ളരുതായ്മകളും ഒക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. അപ്പം ദൈവം തന്നെയാണ് ഈ അക്രമങ്ങൾക്കും കൊള്ളരുതായ്മകൾക്കൊക്കെ പ്രധാന കാരണക്കാരൻ. ഈ അക്രമങ്ങളൊക്കെ തുടരുന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ ദൈവം തന്നെയാണ്, അല്ലേ? ഇതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നം. പിന്നീട് ശിക്ഷ കൊടുക്കും. എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വിധി ദിനത്തിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി കുറേ ആൾക്കാരെ നരകത്തിലേക്കും കുറേ ആൾക്കാരെ സ്വർഗത്തിലേക്കും ഒക്കെ വിടുമെന്ന് പറയുന്നതിനകത്ത് എന്ത് വാസ്തവമാണുള്ളത്? എങ്ങനെ ആളുകൾ അത് വിശ്വസിക്കും? ഇങ്ങനെ എവിടെങ്കിലും നരകത്തിൽ വീണവർ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്വർഗത്തിൽ പോയവർ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ആരാണ് ഇതിന് സാക്ഷ്യം പറയുന്നത്? ഒരു തെളിവെന്തെങ്കിലും ഉണ്ടോ ഇതിന്? എന്തിനേയും വെള്ളം തൊടാതെ വിഴുങ്ങുന്ന കുറെ ക്ഷിപ്ര വിശ്വാസികൾക്കല്ലേ ഇതിനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. ദൈവം ഉണ്ടെങ്കിൽ അന്നേരം അതിനുള്ള ശിക്ഷ കൊടുക്കണം. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യം. എല്ലാ ദൈവവിശ്വാസികളും ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരുമാണ്. ഒരു ഹിന്ദു വിശ്വാസി എന്ന നിലയിൽ ഹിന്ദു ആത്മീയ തത്വങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു മറുപടി ഇവിടെ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ മറുപടി ഇങ്ങനെയാണ്. ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയായാലും ഒരു ശക്തിയായാലും അവർ ഓരോ മനുഷ്യൻ്റെയും ഓരോ ചലനങ്ങളും നിരന്തരം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണോ? അല്ല. നിരന്തരം വീക്ഷിച്ച് അയാൾക്ക് അപ്പോഴപ്പോഴുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുകയും അയാളുടെ സത്പ്രവർത്തികൾക്ക് അയാളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പരിപാടി ദൈവത്തിനുണ്ടോ? ഇല്ല എന്നാണ് ഹിന്ദു ആത്മീയ തത്വങ്ങൾ പറയുന്നത്. കാരണം ദൈവത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. സൃഷ്ടിച്ചെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ചില തത്വങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനാണ്. ചില തത്വങ്ങൾക്കനുസരിച്ചാണ് ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത്. എന്താണ് ആ തത്വങ്ങൾ? അത് ആ ദൈവത്തിൻ്റെ തത്വങ്ങൾ തന്നെയാണ്. ഹിന്ദു ആത്മീയ തത്വങ്ങൾ പ്രകാരം ദൈവം എന്നാൽ, അത് ഈശ്വരൻ എന്നാൽ ആത്മാവാണ്. ആത്മാവ് അല്ല ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു സങ്കല്പമോ ഒന്നുമല്ല, ആത്മാവാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള സത്ത എന്ന് പറയുന്നത് ഒരു ചൈതന്യമാണ്. ആ ചൈതന്യത്തിൻ്റെ പേരാണ് ആത്മാവ് എന്നത്. അത് അഭൗതികമാണ്, അരൂപിയാണ്. ഇതാണ് ഭാരതീയ ആത്മീയ ചിന്ത സിദ്ധാന്തിക്കുന്നത്. അതിൻ്റെതായ ന്യായങ്ങളുണ്ട്, യുക്തിസഹമായിട്ടുള്ള സമാധാനമുണ്ട്, വിശദീകരണമുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പം അങ്ങനെ ആത്മാവ് എന്ന ചൈതന്യമാണെങ്കിൽ ആ ആത്മചൈതന്യത്തിൽ അടങ്ങിയിട്ടുള്ള തത്വങ്ങൾ, 3 തത്വങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നും ഈ ഹിന്ദു ആത്മീയത സിദ്ധാന്തിക്കുന്നുണ്ട്. 3 തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ സത്ത്, ചിത്ത്, ആനന്ദം. സച്ചിദാനന്ദം എന്ന് ചേർത്ത് പറയുമ്പോൾ സച്ചിദാനന്ദ സ്വരൂപനാണ് ഈശ്വരൻ എന്നാണ് ഹിന്ദുക്കൾ പഠിപ്പിക്കുന്നത്. സച്ചിദാനന്ദ തത്വം. സത്ത് എന്ന് പറയുന്നത് 3 തത്വങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. സത്ത് എന്ന് പറയുന്നത് ഉണ്ട് എന്ന അവസ്ഥ. ഏതെങ്കിലും ഒരു ഭൗതിക അത് ഉണ്ടെന്നുള്ളതല്ല, ഉണ്ട് എന്നൊരു അവസ്ഥ. ഉണ്മ എന്ന്
മലയാളത്തിൽ പറയാം. അത് നിലനിൽപ്പിനെ പ്രചോദിപ്പിക്കുന്ന ഒരു തത്വമാണ്. എല്ലാത്തിൻ്റെ നിലനിൽപ്പിന് പിന്നിലുള്ള തത്വമാണ് സത്ത്. ചിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ ബോധം, ഏതിനെക്കുറിച്ചെങ്കിലും ഉള്ള ഒരു ബോധമല്ല, ശുദ്ധമായ വസ്തു അതീതമായിട്ടുള്ള, കാലദേശ അതീതമായിട്ടുള്ള ബോധം. ഈ എല്ലാ ഭൗതിക വസ്തുക്കളെയും അതിനെല്ലാം ഒന്നൊന്നായിട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എവിടെ ചെല്ലുമോ, ഭൗതിക അവസ്ഥ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ചെല്ലും. അപ്പോഴും ഈ ബോധം ഉണ്ടായിരിക്കും, ശുദ്ധമായ ബോധം ഉണ്ടായിരിക്കും. ഇല്ല എങ്കിൽ എവിടെ നിന്നാണ് പിന്നെ ഈ ബോധം ഉണ്ടാകുന്നത്? അപ്പം ബോധവും ഈ സത്തും ഇതെല്ലാം ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നതാണ്. ഭൗതിക പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. ഭൗതിക ഒരു ആറ്റം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. അല്ലാതെ ഈ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിവാദികൾ പറയുന്ന പോലെ കുറെ ഈ കെമിക്കൽസിന്റെ റിയാക്ഷൻ മൂലം ഉണ്ടാകുന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു ശാസ്ത്രീയ യുക്തി ഉള്ള കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ കെമിക്കൽസിന്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ ആ കെമിക്കൽസിൽ ബോധത്തെ ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെവിടെ നിന്ന് വന്നു? തീർച്ചയായിട്ടും ഭൗതിക അതീതമായിട്ടുള്ള ഒരു ശക്തിയാണ് ആദിയിൽ നിലനിന്നിരുന്നത്. അതിനൊരു കാരണം കൂടെ ഉണ്ട്. കാരണം ഭൗതിക ഊർജത്തിന്റെ ആകെ അളവ് 0 എന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നുണ്ട്. അപ്പം 0 അത് എവിടെ നിൽക്കാനാണ്? അത് ഒരു 0 വസ്തു എങ്ങനെയാണ് ഒരു മഹാപ്രപഞ്ചമായി വളരുന്നത്? ഒന്നും സാധ്യമല്ല. അപ്പൊ അതിന് പിന്നിലൊരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ സത്ത്, ചിത്ത്. ചിത്തെന്ന് പറയുന്നത് ശുദ്ധമായ ബോധമാണെന്ന് ഞാൻ പറഞ്ഞു. അത് പ്രചോദിപ്പിക്കുന്ന 2 കാര്യങ്ങളുണ്ട്: അറിയുക, അറിയിക്കുക. ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ആനന്ദം. സത് ചിത് ആനന്ദം. ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖ ദുഃഖങ്ങൾ അത് ദ്വന്ദ്ങ്ങളായിട്ടാണ് എപ്പോഴും അനുഭവപ്പെടുന്നത്. സുഖമുണ്ടെങ്കിലേ ദുഃഖമുള്ളൂ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രപഞ്ചത്തിലുള്ള സകലതും കുന്നുണ്ടെങ്കിൽ കുഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാനേ പറ്റത്തില്ല. ഒരു കുന്നിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരു താഴ്ന്ന പ്രദേശം കൊണ്ട് വേണം. അതില്ലെങ്കിൽ നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ അതെല്ലാം ഈ വിപരീത അനുഭവങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നാൽ നെഗറ്റീവും പോസിറ്റീവും ചേർന്ന് 0 തീരുന്നത് പോലെ ഇവിടെ ആ 0 അവസ്ഥയെ കുറിക്കുന്ന ഒരു അനുഭവമാണ് ആനന്ദം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് സുഖ ദുഃഖാദി ദ്വന്ദ്വ അനുഭവങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ ഇത് 3 ചേർന്നതാണ് സത്ത്, ചിത്ത്, ആനന്ദം. ഇത് 3 ചേർന്ന ഏക ചൈതന്യമായി തീർന്ന ഒരു മഹാ ചൈതന്യമാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഇത് ഈ 3 ആണ് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിലും പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. എന്നിട്ട് വിശ്വസിച്ചാൽ മതി. ബോധ്യം എന്താണ്? അതിനകത്ത് യുക്തി എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള സകല കർമ്മങ്ങളും സകല പ്രവൃത്തികളും ചെയ്യപ്പെടുന്നതിന് ഇത് 3 ഏതെങ്കിലും ഒന്നിൽ കൂടുതലോ ആയ തത്വങ്ങളുടെ പ്രേരണ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യപ്പെടുന്നത്. എല്ലാത്തിനും പിന്നിൽ ഇത് 3 ഏതെങ്കിലും ഒന്നായിരിക്കും, അല്ലെങ്കിൽ 1 കൂടുതലായിരിക്കും. ഏതാണ്? നിലനിൽപ്പിനുള്ള പ്രേരണ, അതുപോലെ തന്നെ അറിയാനും അറിയിക്കാനുമുള്ള പ്രേരണ, പിന്നെ സുഖം തേടാനുള്ള പ്രേരണ. ഈ 3 ഏതെങ്കിലും ഒന്നിനു വേണ്ടിയായിരിക്കും ഈ ലോകത്തുള്ള എല്ലാ കർമ്മങ്ങളും എല്ലാ പ്രവൃത്തികളും ചെയ്യപ്പെടുന്നത്, ഒന്നോ അതിലധികമോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പറയും ഈ പ്രപഞ്ചത്തിന്റെ സാരം, ആത്യന്തികമായ സാരം സച്ചിദാനന്ദമാണ്. അപ്പൊ അത് ആ സച്ചിദാനന്ദ തത്വം, ആ ചൈതന്യം ഈ ഭൗതിക പ്രപഞ്ചത്തിലൂടെയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ് അത് അങ്ങനെ പ്രകടിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ അതിന് സ്വഭാവം, ആ ആത്മചൈതന്യത്തിന്റെ ഭൗതിക ഭാവം എന്നുള്ള അർത്ഥത്തിലാണ് സ്വഭാവം. നമ്മൾ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയാലുള്ള കാര്യങ്ങൾക്കാണ് സ്വഭാവം. ആ സ്വഭാവം അനുസരിച്ചാണ് എല്ലാം പ്രവർത്തിക്കുക. അപ്പോൾ ഓരോ വസ്തുവിനെയും ഓരോ ജീവിയെയും നയിക്കുന്ന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത് ചിത്ത് ആനന്ദം, ഉള്ളിലിരുന്ന് നയിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ നിലനിൽപ്പും അറിയാനും അറിയിക്കാനുള്ള അവകാശവും
അസുഖം തേടാനുള്ള പ്രേരണയും എല്ലാം നിവർത്തിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും അതിന് അവകാശം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യണം, അത് നമ്മളുടെ ഒരു കടമയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ സംഘർഷമുണ്ടാകും. തനിക്ക് കൂടുതൽ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൊള്ളയും മോഷണവും അതുപോലുള്ള അഴിമതിയും അതുപോലുള്ള സംഗതികളുണ്ടാകും. ഇതൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്. ഇതിനെയൊക്കെ തിരുത്താനായിട്ട് ഈ സ്വഭാവത്തിൽ തന്നെ, അതായത് ഈ പ്രപഞ്ചത്തിൽ തന്നെ, ഈ ഭൗതിക ലോകത്ത് തന്നെ അതിനുള്ള ഒരു പ്രതിവിധികളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രതിവിധികളെ ഇവിടെ നടക്കൂ. അല്ലാതെ ഈശ്വരൻ ഓരോ സ്ഥലത്തും ചെന്ന് ഓരോരുത്തർക്കും കൊടുക്കേണ്ട കാര്യമില്ല. അതെല്ലാം ഇതിനകത്ത് വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശിക്ഷാ സംഹിത ഉണ്ടാക്കി ശിക്ഷിക്കുന്നതൊക്കെ. ബാക്കിയുള്ളതെല്ലാം മനുഷ്യന്റെ കാര്യമാണ്. ആ ശിക്ഷാ സംവിധാനം, നമ്മളിപ്പോൾ ഒരാൾ കുറ്റം ചെയ്താൽ ശിക്ഷിക്കണമെന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരാളുടെ പ്രവൃത്തി മറ്റൊരാളിന്റെ അവകാശത്തെ ഹനിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അയാളെ ശിക്ഷിക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ആ വ്യവസ്ഥ പ്രവർത്തിക്കുന്നതിനാണ് ഭൗതികമായിട്ടുള്ള ഈ ലോകത്തെ നിയമം അനുസരിച്ചാണ്, അത് പ്രകൃതി നിയമം അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അതിന് പ്രത്യേകിച്ചൊരു ഇടപെടൽ വേറെ ആദിശക്തിയിൽ നിന്ന് വരേണ്ട കാര്യമില്ല. ആദിശക്തി അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഓരോന്നിലും ഇടപെടേണ്ട കാര്യമില്ല. ദൈവം ഇടപെടാത്ത എന്താന്ന് ചോദിച്ചാൽ ദൈവം ഇടപെട്ടതാണ് ഈ ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും. അത് പ്രവർത്തിപ്പിക്കേണ്ട ചുമതല നമ്മളുടെതാണ്. നമ്മുടെ ചുമതല നിർവഹിക്കാതെ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ കൊള്ള നടത്തുന്നു, ഒരാൾ അഴിമതി നടത്തുന്നു, നമുക്ക് എത്രയും വേഗം അത് വിചാരണ ചെയ്ത് നമുക്ക് ശിക്ഷിക്കണം. അത് നമ്മുടെ ചുമതലയാണ്. അല്ല ദൈവം ഇങ്ങോട്ട് പിടിച്ചു വന്ന് എടുത്തെന്ന് അവനെ ചെവിക്ക് തൂക്കി എടുത്ത് അവനെ ശിക്ഷിക്കുകയല്ല, അല്ലെങ്കിൽ അതിൻ്റെ വിധേയരായവരെ രക്ഷിക്കുകയല്ല ചെയ്യുന്നത്. അത് നമ്മുടെ കടമയാണ്. കർമ്മം ചെയ്യാനാണ് നമ്മുടെ അവകാശം. നമ്മൾ അത് ചെയ്യണം. നമ്മൾ സമയത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യാതെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ അത്യാഗ്രഹം കൊണ്ട് അതിക്രമങ്ങൾ കാണിച്ചിട്ട് അതെല്ലാം ദൈവത്തിൻ്റെ രക്ഷയാണ്, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മളുടെ കുഴപ്പമാണ്, അല്ലാതെ ദൈവത്തിൻ്റെ കുഴപ്പമില്ല. ഇത് ഹിന്ദു ആത്മീയ തത്വം പ്രകാരം പിന്നീട് മരിച്ചു എന്നിട്ട് വേറൊരു ജന്മത്തിൽ പോയി ശിക്ഷ അനുഭവിക്കുക എന്നുള്ള പരിപാടി എന്ന് പറയുന്നത് കഥകളിൽ മാത്രമേ ഉള്ളൂ. രാമായണവും അതുപോലെ മഹാഭാരതം പോലുള്ള പുരാണങ്ങൾ പോലുള്ള കഥകളിൽ മാത്രമേ അങ്ങനെ വേറൊരു ജന്മം എടുത്ത് വേറൊരു വ്യക്തിയായിട്ട് ഇയാൾ പഴയ ജന്മത്തിൽ ഇന്ന ആളായിരുന്നു, അന്ന് ചെയ്ത് ശിക്ഷയുടെ ഫലമാണ് ഇയാൾ ഇപ്പം അനുഭവിക്കുന്നതൊക്കെ പറയുന്നത് കഥകളിലാണ്. തത്വം അനുസരിച്ച് ഈ മരണത്തിനും ജനനത്തിനും ഒക്കെ പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങൾ, നിശ്ചിതമായിട്ടുള്ള സാങ്കേതിക അർത്ഥങ്ങളുണ്ട്. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് കാമങ്ങൾക്ക് മോഹങ്ങൾക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. കാമങ്ങൾക്ക് കീഴ്പ്പെടുമ്പോൾ എന്ത് ചെയ്യും? അയാൾ അന്യായം കാണിക്കും, അയാൾ അതിക്രമം കാണിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥയാണ് പുനർജന്മം. അതാണ് ദശോപനിഷത്തുകളും ഗീതയും പറയുന്നത്. ഗീതയിലൊക്കെ ഇങ്ങനെ പുനർജന്മത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അതെല്ലാം ഈ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാവരിലും പ്രവർത്തിക്കുന്ന ഒരേ ചൈതന്യമാണെന്ന് പറയും. ഈ ചൈതന്യത്തിന് ഒരു ഭൗതിക രൂപം വരുമ്പോഴാണ് അത് വസ്തുക്കളായിട്ടോ അല്ലെങ്കിൽ മനുഷ്യരായിട്ടോ ജീവികളായിട്ടോ മാറുന്നത്. ഈ രൂപം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ ഉള്ളത്? ആ ചൈതന്യം മാത്രമേ ഉള്ളൂ. അതിന് ഒരു ജന്മമില്ല. അത് ആദ്യം മുതലേ ഉള്ളതാണ്. അതിന് ജന്മമില്ല, അതിന് മരണവുമില്ല. പിന്നെ എങ്ങനെയാണ് പുനർജന്മം വരുന്നത്? നമ്മളെല്ലാം ആ ചൈതന്യത്താൽ നയിക്കപ്പെടുകയാണ്. നമ്മളെല്ലാം യഥാർത്ഥത്തിൽ ആ ചൈതന്യം തന്നെയാണ്. അതാണ് ഹിന്ദു ആത്മീയത പറയുന്നത്. നമുക്കല്ലാതെ നമ്മുടെ വ്യക്തിത്വം വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരം ഉള്ളത് കൊണ്ടാണ്. ശരീരം പോയി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എന്ന വ്യക്തി ഇല്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് പോയിട്ട് വേറെ ഏതെങ്കിലും ശിക്ഷ ഏറ്റുവാങ്ങുന്നത്? ഏത് ശരീരം കൊണ്ട് ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങും? ഒരു ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ആ ശരീരത്തിൽ തന്നെ ശിക്ഷ കിട്ടണം. അതിനുള്ള വ്യവസ്ഥ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യേണ്ടത് മനുഷ്യരാണ്. അതിന് പകരം നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വേറൊരു ജന്മം എടുത്തിട്ട് അവിടെ പോയി ശിക്ഷ വാങ്ങുക അല്ലെങ്കിൽ സുഖം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുക്തിക്ക് നിരക്കുന്നതല്ല. ഈ യുക്തി അധിഷ്ഠിതമാണ് ഭാരതീയ ആത്മീയ ചിന്ത എന്ന് പറയുന്നത്. അവിടെ ഈ മാതിരി യുക്തിരഹിതമായിട്ടുള്ള അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഈ കഥകളിൽ കൂടി
പുനർജന്മം അല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ അടുത്ത ജന്മത്തെ അനുഭവിക്കും എന്നൊക്കെ പറയുന്നത് കഥകളിലാണുള്ളത്. അത് നിരക്ഷരരായിട്ടുള്ള അല്ലെങ്കിൽ സാമാന്യ ജനങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമോ പഠിപ്പോ ഒന്നും ഇല്ലാത്ത ആളുകളെ ബോധവത്കരിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഫിക്ഷനുകളാണ് ഈ രാമായണത്തിലും അതായത് മഹാഭാരതത്തിലും പുരാണങ്ങളിലും ഒക്കെ പറയുന്നത്. കഥകളിൽ തത്വമുണ്ടായേക്കാം, എന്നാൽ കഥകളെല്ലാം തത്വങ്ങളല്ല. അത് മനസ്സിലാക്കണം. രാമായണത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെയല്ലയോ ഹിന്ദുമതം എന്ന് പറഞ്ഞ് വിമർശിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ. അത് തത്വപരമായിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഈ പ്രസിദ്ധനായ ആ വ്യക്തി അവതരിപ്പിച്ചിട്ടുള്ള പ്രശ്നത്തിൽ ഹിന്ദു ആത്മീയ തത്വങ്ങൾക്ക് കൃത്യമായ മറുപടിയുണ്ട്. അവിടെ അതിനുള്ള സംവിധാനങ്ങൾ, ഈ ഒരു കുറ്റം ചെയ്തവനുള്ള ശിക്ഷ കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഈ ഭൗതിക ലോകത്ത് തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്, വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രയോഗിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണ്. അവനത് ചെയ്യട്ടെ, അല്ലാതെ ദൈവം ഓരോ കാര്യങ്ങൾക്ക് ഇടപെട്ട് ചെയ്യുന്ന പരിപാടിയില്ല. അതാണ് ഭഗവത്ഗീതയിൽ തന്നെ 5:14 പറയുന്നത്. ആരെങ്കിലും ഏതെങ്കിലും കർമ്മം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആ കർമ്മത്തിന് ഇന്ന ഫലം കിട്ടട്ടെ എന്ന് പറയാനോ ഒന്നും ദൈവത്തിന് ഒരു ബാധ്യതയില്ല. സ്വഭാവസ്തു പ്രവർത്തത എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രകൃതി അനുസരിച്ച് എല്ലാം സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് എത്ര വലിയ ഭക്തനായാലും എത്ര വലിയ ക്ഷേത്രത്തിലെ ഈശ്വരനായാലും ഒരു മൺകട്ട എടുത്തിട്ട് അത് സ്വർണമാക്കി തരണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. എത്ര വലിയ നേർച്ച നടന്നാലും നടക്കത്തില്ല. സ്വഭാവസ്തു പ്രവർത്തത, സ്വഭാവം അനുസരിച്ച് എന്നുവെച്ചാൽ ഈ എങ്ങനെയാണോ ഈശ്വരൻ ഇവിടെ ഭവിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ നടക്കും. അതിനപ്പുറത്തേക്ക് ഈശ്വരന് പോലും പോകാൻ പറ്റത്തില്ല. അപ്പൊ ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള ഈശ്വര അംശത്തെ നമുക്ക് ഉണർത്തുക, നമ്മുടെ ആ ഈശ്വര അംശം കൊണ്ട് നമ്മളുടെ ഭൗതിക ശരീരത്തെ ശക്തിപ്പെടുത്തി കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുക. ഇതാണ് ഈ പ്രാർത്ഥന കൊണ്ടും ഈശ്വര ആരാധന കൊണ്ടുമൊക്കെ നേടാനായിട്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ഈ ഹിന്ദു ആത്മീയ തത്വങ്ങൾ പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം അന്ധതയാണ്. അപ്പോൾ അതുകൊണ്ട് ആ അന്ധതയ്ക്കൊന്നും മറുപടിയില്ല. ഈ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നന്ദി, നമസ്കാരം.